അപ്പോൾ നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നൊരു വിഷു വ്ളോഗാണ് കേട്ടോ. നമുക്ക് അപ്ലോഡ് ചെയ്യാൻ വേണ്ടിയിട്ട് വൈകിട്ടുണ്ടായിരുന്നു. ഇന്നലെ ചെയ്യേണ്ടതാണ്, പറ്റിയിട്ടുണ്ടായിരുന്നില്ല കേട്ടോ, തിരക്കും എഡിറ്റിങ്ങും ഒക്കെ ആയിട്ട്. അപ്പോൾ രാവിലെ എണീറ്റ് കുളിയൊക്കെ കഴിഞ്ഞ് ഞാൻ കണി കണ്ടിട്ടാണ് കേട്ടോ ഇനി പിള്ളേരെ ഉണർത്താൻ വേണ്ടിയിട്ട് നിൽക്കുന്നത്. തലേ ദിവസം ഞാൻ എല്ലാം സെറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു, കണിയൊക്കെ ഒരുക്കിയിട്ടുണ്ടായിരുന്നു കേട്ടോ. ഹലോ ഫ്രണ്ട്സ്, അപ്പോൾ നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. 5 മണി 4:45 5 മണി ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ വേഗം നീറ്റ് കണിയൊക്കെ കണ്ട് കുളി കഴിഞ്ഞ് വന്ന് പിന്നെ ഞാൻ കണിയൊക്കെ കണ്ടുകൊണ്ടാ. രാത്രി കുളി കഴിഞ്ഞിട്ടാണ് ഞാൻ കിടന്നിട്ടുണ്ടായിരുന്നത്, കണിയൊക്കെ ഒരുക്കിയിട്ട്. പിന്നെ നീറ്റിട്ട് വേഗം കുളി കഴിഞ്ഞ് കണിയൊക്കെ കണ്ടിട്ട് ഇനി പിള്ളേരെ നീപ്പിക്കട്ടെ കേട്ടോ. പിള്ളേർക്കും കൂടെ കണി കാണിച്ചിട്ട് നമുക്ക് സദ്യ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് കയറാമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഒരിക്കൽ കൂടെ എല്ലാവർക്കും ഹാപ്പി വിഷു. കണക്കുട്ടീനെ വീട്ടിൽ കഴിഞ്ഞ് കഴിഞ്ഞാൽ പടക്കം പൊട്ടിക്കണം, തിരക്കൊക്കെ ആയിട്ട് അങ്ങനെ ആയിരിക്കും കേട്ടോ. അപ്പോൾ ഇതാണ് നമ്മുടെ കണിയും കാര്യങ്ങളൊക്കെ. എനിക്കറിയണ പോലെ പറ്റണ പോലെ നമ്മുടെ അടുത്തുള്ള സംഭവങ്ങൾ വെച്ചിട്ട് ചെയ്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ സമൃദ്ധി ഐശ്വര്യത്തിൻ്റെ നല്ലൊരു വിഷു എല്ലാവർക്കും ആശംസിച്ചുകൊണ്ട് നമ്മൾ പുതിയൊരു വ്ളോഗിലേക്ക് കിടക്കാണ്. എല്ലാവരും നമ്മുടെ വീഡിയോ കണ്ട് സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, മാക്സിമം സപ്പോർട്ട് ചെയ്യുക കേട്ടോ. ഇനി പിള്ളേരും കൂടെ വിളിച്ചിട്ട് കണി കാണിച്ചിട്ട് നമുക്ക് സദ്യ ഒരുക്കാൻ വേണ്ടിയിട്ട് നിൽക്കാം കേട്ടോ. വീട്ടിൽ പ്രാവശ്യം വിഷു ഇല്ല പറഞ്ഞപ്പോൾ അവരെല്ലാവരും വരുന്നുണ്ട്. അപ്പോൾ അവർ വരുമ്പോഴേക്കും നമുക്ക് എല്ലാം സെറ്റ് ചെയ്യണം. പിന്നെ അമ്പലത്തിൽ പോവുകയും വേണം. കുറച്ചൊക്കെ ഒതുക്കി വെച്ചിട്ട് നമുക്ക് അമ്പലത്തിൽ പോയി തൊഴുത് വരികയും കൂടെ വേണം കേട്ടോ. ഇത് കഴിഞ്ഞ കൊല്ലത്തെ ഓണത്തിൻ്റെ ഡ്രസ്സാണ്. ഞാൻ പിന്നെ വേണ്ടി ഇട്ടു നേടുന്നു രാവിലെ കുക്ക് ചെയ്യുമ്പോൾ വീഡിയോയ്ക്ക് വേണ്ടിയിട്ട്. നമ്മൾ സ്റ്റിച്ച് ചെയ്തത് വേറെ കേട്ടോ. അത് അമ്പലത്തിലേക്ക് പോകുമ്പോൾ കാണിക്കാം. ഞാൻ പിള്ളേരെ വിളിക്കട്ടെ കേട്ടോ. ഞാനൊക്കെ കണി കണ്ടു കഴിഞ്ഞിട്ട് ഞാൻ ഓരോരുത്തരെ എണീപ്പിച്ചിട്ട് കണി കാണാൻ വേണ്ടിയിട്ട് നിൽക്കുകയാണ് കേട്ടോ. ഇത് വല്ലാത്തൊരു ഫീലാണ്, ഇങ്ങനെ പിള്ളേരൊക്കെ ഇങ്ങനെ എണീപ്പിച്ച് കണി കാണിക്കുക എന്നൊക്കെ ഉള്ളത്. അവർക്ക് കുഞ്ഞു കുട്ടികളൊക്കെ ആകുമ്പോൾ അറിയില്ലല്ലോ. അപ്പോൾ വലുതൊക്കെ ആകുമ്പോൾ അവർക്ക് അറിയാമല്ലോ കാണുന്നതും ഏതൊക്കെയാണെന്നൊക്കെ. അതൊക്കെ ഒരു രസമാണ് അല്ലേ. അപ്പോൾ അതുപോലെ നമുക്ക് ഭഗവാൻ സാധിച്ചിട്ട് ഇപ്രാവശ്യം വിഷു കണിയും കാര്യങ്ങളൊക്കെ ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റിയിട്ടുണ്ടായിരുന്നു. അത് കഴിഞ്ഞ് ഷാജേട്ടനോട് നീറ്റ് കണിയൊക്കെ കണ്ടു. പിന്നെ ഞാൻ വേഗം നമ്മുടെ കിച്ചണിലേക്ക് കയറി കേട്ടോ. ഇനി നമുക്ക് സദ്യയൊക്കെ ഒരുക്കാൻ വേണ്ടിയിട്ടുണ്ടല്ലോ. കുട്ടികൾ കുറച്ച് നേരം കൂടെ കിടക്കാമെന്ന് പറഞ്ഞിട്ട് കണ്ണൻകുട്ടി കിടന്നു. പൂജിട്ടിൻ്റെ കൂടെ നീട്ടിട്ടുണ്ട്, ഉറങ്ങാൻ വേണ്ടിയിട്ട് നിന്നിട്ടില്ല കേട്ടോ, വീഡിയോ എടുത്തു തരാൻ വേണ്ടിയിട്ടൊക്കെ. അപ്പം ഇനി പെട്ടെന്ന് നമുക്ക് സദ്യയും കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്യണം. എന്താ വെച്ചാൽ നമുക്ക് വീട്ടിൽ നിന്ന് എല്ലാവരും വരുമല്ലോ. പച്ചക്കറികളൊക്കെ നമ്മൾ തലേദിവസം അരിഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ. അപ്പോൾ അതൊക്കെ ഫ്രിഡ്ജിൽ നിന്ന് ഇങ്ങനെ ഇറക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. ഇറക്കി വെച്ചിട്ടുണ്ട്. എല്ലാതും നാളികേരൊക്കെ ചിരകിയത് പൂജിട്ട് ചിരകി തന്നാണ്. അപ്പോൾ ഒക്കെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. നമുക്ക് ആദ്യം സാമ്പാറും അവിയലും വയ്ക്കാം. ഒരടുപ്പത്ത് അവിയലും വയ്ക്കാം, ഒരടുപ്പത്ത് സാമ്പാറും വയ്ക്കാം. അപ്പോൾ പരിപ്പ് കഴുകിയിട്ട് ആദ്യം ഇടാം. എന്നിട്ട് പിന്നെ സാമ്പാറിലേക്കുള്ള തേങ്ങയും കൂടെ വറുത്ത് വെച്ചിട്ട് ഇപ്പുറത്ത് നമുക്ക് അവിയൽ സെറ്റ് ചെയ്യാം കേട്ടോ. അപ്പോൾ ഓരോന്നോരോന്ന് അങ്ങനെ അങ്ങോട്ട് ചെയ്തിട്ട് എടുക്കാം. സാമ്പാർ വെച്ച് കഴിഞ്ഞാൽ പിന്നെ അപ്പുറത്തെ അവിയൽ, അങ്ങനെയാണ് കേട്ടോ ഞാൻ കണക്കാക്കിയിട്ടുള്ളത്. അപ്പോൾ അതുകൊണ്ട് തന്നെ സാമ്പാറിനുള്ള പരിപ്പൊക്കെ കഴുകി നമുക്ക് കുക്കറിൽ വെച്ച് കഴിഞ്ഞാൽ അപ്പുറത്തെ അവിയലിൻ്റെ കഷ്ണങ്ങൾ വയ്ക്കാം. പിന്നെ നമുക്ക് സാമ്പാറിലേക്കുള്ള നാളികേരം തേങ്ങ വറുത്തരയ്ക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ അതും കൂടെ ഒക്കെ സെറ്റ് ചെയ്തിട്ട് ഓരോന്ന് ഇങ്ങനെ ടപ്പ് ഇങ്ങനെ ചെയ്തുകൊണ്ടിരിക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. ഒന്ന് കഴിഞ്ഞ് ഒന്ന് വയ്ക്കുമ്പോഴേക്കും നമുക്ക് ടൈം ഒരുപാട് വേസ്റ്റ് ആയി പോകും. ഇനി ഇത് കഴിഞ്ഞ് സ്റ്റിച്ച് ചെയ്യാൻ വേണ്ടിയിട്ടുണ്ട് കേട്ടോ. എനിക്കും പൂജിട്ടേക്കും ഇടാനുള്ള പാൻറ്റ് സ്റ്റിച്ച് ചെയ്തിട്ടില്ല. വെച്ചാൽ നമുക്ക് ഡെയിലി ഇടാൻ വേണ്ടിയിട്ട് എടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇതൊക്കെ കഴിഞ്ഞിട്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. അപ്പോൾ പരിപ്പ് ഇട്ടിട്ട് വെള്ളം ഒഴിച്ച് ഞാൻ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തു, ഉപ്പ് ഇട്ട് കൊടുത്തു. ഇതിനകത്ത് വറ്റൽമുളക് ഇങ്ങനെ പൊട്ടിച്ചിട്ടാലും നല്ല ടേസ്റ്റാണ് കേട്ടോ സാമ്പാറിന്. അപ്പോൾ അതൊക്കെ ചെയ്ത് സാമ്പാർ വേവിക്കാൻ വെച്ചിട്ട് ഞാൻ അതിലേക്ക് വറുത്തരയ്ക്കാനുള്ള നാളികേരം കൂടെ അങ്ങോട്ട് സെറ്റ് ചെയ്തു. എന്താ വെച്ചാൽ കറണ്ടിൻ്റെ കാര്യം എപ്പോഴാണ് എന്താണെന്ന് അറിയാത്തതുകൊണ്ട് തന്നെ അരപ്പും കാര്യങ്ങളും ഇങ്ങോട്ട് വേഗം റെഡിയാക്കി വെച്ച് കഴിഞ്ഞാൽ നമുക്ക് വലിയ സീനല്ലല്ലോ. അപ്പോൾ അതിലേക്ക് വേണ്ടിയിട്ട് 2 ചെറിയുള്ളിയും 2 വെളുത്തുള്ളിയും വേപ്പിലയും എല്ലാം കൂടെ ഇട്ടിട്ട് നമുക്കിങ്ങനെ ചുമന്നനെ ഇങ്ങനെ വറുത്തെടുക്കാം കേട്ടോ, നാളികേരം മൂപ്പിച്ചെടുക്കാം. അപ്പോൾ അതൊക്കെ കഴിഞ്ഞിട്ട് നമുക്ക് ആറാൻ വെക്കുമ്പോഴേക്കും അപ്പുറത്ത് അവിയലിൻ്റെ കഷ്ണങ്ങളൊക്കെ സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് വെക്കാമല്ലോ. അപ്പോൾ ഇങ്ങനെ ഒരു ബ്രൗൺ കളറാവണം നമുക്ക് വറുത്തരയ്ക്കാൻ വേണ്ടിയിട്ടുള്ള നാളികേരം, അതാണ് അതിൻ്റെ വറവിൻ്റെ മൂപ്പ്. അപ്പോൾ അതിനകത്തേക്ക് എല്ലാം സെറ്റ് ചെയ്തിട്ട് വറുത്ത് കഴിഞ്ഞപ്പോൾ ഒരു പാത്രത്തിലേക്ക് മാറ്റി വെച്ചു. എന്നിട്ട് അതിലകത്തേക്ക് തന്നെ വെണ്ടയ്ക്കയും കൂടെ മൂപ്പിച്ച് കൊടുത്തു നമുക്ക് സാമ്പാറിലേക്ക് ഇടാൻ വേണ്ടിയിട്ട്. വെണ്ടയ്ക്കയും തക്കാളിയും ഇതിനകത്ത് തന്നെ മൂപ്പിക്കാം, വഴറ്റാം. പക്ഷെ ഞാൻ എല്ലാം കൂടെ വെജിറ്റബിൾ എല്ലാം കൂടെ അതിനകത്തിട്ട് വേവിക്കാൻ വിചാരിച്ചിട്ടാണ്. ടൈം ഒരുപാട് വേസ്റ്റ് ചെയ്ത് കളയണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ടാണ് വെണ്ടയ്ക്കൊന്ന് എണ്ണയിൽ വാട്ടിയെടുത്തു. അതൊരു പ്രത്യേക ടേസ്റ്റ് വരും. അതുകൊണ്ട് തന്നെ ഒരു വഴുവഴുപ്പ് കുറച്ച് കുറയും നമ്മുടെ സാമ്പാറിലേക്ക്. പിന്നെ ഞാൻ മല്ലിമുളകും സാമ്പാർ പൊടി ഇല്ല, മഞ്ഞൾപ്പൊടിയും മല്ലിപ്പൊടിയും മുളക് പൊടിയും കൂടെ ഒന്ന് ചൂടാക്കിയെടുത്തു, അത് മാറ്റി വെച്ചു. എന്നിട്ട് നമ്മൾ ചട്ടിയിൽ അവിയൽ വെക്കാൻ വേണ്ടിയിട്ട് അങ്ങോട്ട് വെച്ചു കേട്ടോ. കുറച്ച് വെള്ളം ഒഴിച്ചു, മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുത്തു, ഉപ്പ് ഇട്ട് കൊടുത്തിട്ട് നമുക്കതൊക്കെ ഒന്ന് അടച്ച് വെച്ച് വേവിക്കാം സിമ്മിൽ. ആ കഷ്ണങ്ങൾ വെന്താൽ പിന്നെ നമുക്ക് അവിയൽ വെക്കാൻ വേണ്ടിയിട്ട് വലിയ പാടൊന്നുമില്ല. കുറച്ച് വെളിച്ചെണ്ണയും കൂടെ ഒഴിച്ചു കൊടുക്കും ഈ സമയത്ത് കേട്ടോ, വേപ്പിലും കൂടെ ഇട്ട് കൊടുക്കും. അപ്പോൾ ഉപ്പും മഞ്ഞൾപ്പൊടിയും വെളിച്ചെണ്ണയും
വേപ്പിലയും എല്ലാം കൂടെ ഒന്നിട്ട് ഇളക്കിയിട്ട് നമ്മളതൊന്ന് വേവിക്കാൻ വേണ്ടിയിട്ട് അടച്ച് വയ്ക്കുക. സിമ്മിൽ അങ്ങനെ കിടന്ന് വേവട്ടെ. ഒരുപാട് വെള്ളം ഒഴിച്ച് കൊടുക്കേണ്ട ആവശ്യമില്ല. അത് പെട്ടെന്ന് വെന്തോളും. കുനുകുന നമ്മൾ നൈസായിട്ട് അരിഞ്ഞതല്ലേ, അതുകൊണ്ട് തന്നെ. പിന്നെ അതാ നമ്മുടെ പരിപ്പ് വെന്തപ്പോഴേക്കും ഞാൻ സാമ്പാറിൻ്റെ കഷ്ണങ്ങളൊക്കെ ഇട്ട് കൊടുത്തിട്ട് അതിനകത്തേക്ക് മഞ്ഞൾപ്പൊടിയും പിന്നെ നമ്മൾ മൂപ്പിച്ചിരിക്കണം മല്ലിപ്പൊടിയും മുളക് പൊടിയും കൂടെ അതിനകത്ത് ഇട്ട് കൊടുത്തു. എന്നിട്ട് ആ കഷ്ണം ഒരൊറ്റ വിസിൽ അതിൻ്റെ ഉള്ളിൽ അതൊക്കെ ഉണ്ട് റെഡി ആയിക്കോളും. അതിന് വേണ്ടിയിട്ട് അതങ്ങോട്ട് മാറ്റി വയ്ക്കുകയും ചെയ്തു കേട്ടോ. എന്നിട്ട് അവിടെ ഇരിക്കുന്ന പാത്രങ്ങൾ അപ്പം ഞാൻ കഴുകി വെക്കുന്നുണ്ട്. അല്ലെങ്കിൽ ഇത് നിറഞ്ഞ് റോഡ് വരെ എത്തും. അപ്പോൾ അതുകൊണ്ട് തന്നെ അത് നിറഞ്ഞ് വരുമ്പോഴേക്കും നമുക്ക് അയ്യോ ക്ഷീണമാവും കാണുമ്പോഴേക്കും. ഇത് അപ്പോഴേക്കും ചെയ്യുമ്പോൾ വലിയ പാട് തോന്നില്ല. നമ്മുടെ കഷ്ണങ്ങളൊക്കെ വെന്തപ്പോൾ ഞാൻ കുക്കർ തുറന്നിട്ട് അതിനകത്തേക്ക് വെണ്ടയ്ക്ക ഇട്ടെടുത്തു. എന്നിട്ട് പാകത്തിന് പുളിയും കൂടെ പിഴിഞ്ഞൊഴിക്കുകയാണ് കേട്ടോ. നമ്മളിവിടെ സാമ്പാറിലേക്ക് പുളി ചില ഭാഗങ്ങളിലൊന്നും പുളി ഒഴിക്കാറില്ല, നമുക്ക് പുളി ഒഴിക്കും കേട്ടോ സാമ്പാറിൽ. അപ്പോൾ അതൊക്കെ ഒഴിച്ചു കൊടുത്തു. ഇതിനിടയിൽ ഞാൻ കായത്തിൻ്റെ ഒരു കഷ്ണം ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു, അത് കാണിക്കാൻ വേണ്ടിയിട്ട് മറന്നു പോയതാണ് കേട്ടോ. അപ്പോൾ പാകത്തിന് പുളിയും അതിലേക്കുള്ള ഗ്രേവി ചാറ് സാമ്പാറിലേക്കുള്ള വെള്ളവും കാര്യങ്ങളൊക്കെ ഒഴിച്ചു കൊടുത്തു. അപ്പോഴേക്കും നമ്മുടെ ഇത് അവിയലിൻ്റെ കഷ്ണങ്ങൾ വെന്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിലേക്ക് അരപ്പ് ഞാൻ റെഡിയാക്കി വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അവിയലിൻ്റെ അരപ്പ് എന്ന് പറയുമ്പോൾ നാളികേരം, പച്ചമുളക്, ചെറുള്ളി, വെളുത്തുള്ളി, ചെറിയ ജീരകം, വേപ്പില, മഞ്ഞൾപ്പൊടി എല്ലാം കൂടെ തൈര് ഒഴിച്ചിട്ട് ഒന്ന് കിറന്ന് ഒറ്റ ചതവ് അങ്ങനെ ചതച്ചെടുത്തതാണ് കേട്ടോ. അതിലേക്ക് ഇട്ട് കൊടുത്തു. എന്നിട്ട് അരപ്പ് നല്ലോണം ഇളക്കി ചേർത്തിട്ട് വേപ്പിലയും കൂടെ ഇട്ട് കൊടുത്തു. കുറച്ചധികം വേപ്പില ഇട്ട് കൊടുത്തു. എന്നിട്ട് നമുക്ക് ഒന്ന് അടച്ച് വയ്ക്കുക. അടച്ച് വെച്ചിട്ട് അതിൻ്റെ ഒരു അരപ്പിൻ്റെ ഒരു പച്ചമണം മാറിയാൽ നമുക്ക് വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് അതെടുത്ത് മാറ്റി വയ്ക്കാം കേട്ടോ. അപ്പോൾ നമ്മുടെ അവിയൽ റെഡിയായി. അത് കഴിഞ്ഞപ്പോഴേക്കും നമ്മുടെ കഷ്ണങ്ങളൊക്കെ വെന്തപ്പോഴേക്കും അരച്ച് വെച്ചിരിക്കുന്ന സാമ്പാറിലേക്ക് നമ്മൾ വറുത്ത് വെച്ചില്ലേ, അത് അരച്ചായിരുന്നു. നാളികേരം വറുത്ത് ഒഴിച്ചത് അരച്ചൊഴിച്ചു. പിന്നെ അപ്പോൾ നമ്മുടെ സാമ്പാറും സെറ്റായി. എന്നിട്ട് അതിനകത്തേക്ക് കുറച്ച് മല്ലിച്ചപ്പും കൂടെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതും കൂടെ വന്നപ്പോഴേക്കും സാമ്പാറിൻ്റെ കാര്യം അടിപൊളിയായിട്ടോ. അത് അവിയലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് നമ്മളതൊക്കെ ഒരു പാത്രങ്ങളിലേക്ക് മാറ്റി വയ്ക്കാൻ വേണ്ടിയിട്ട് മാറ്റി വെച്ചിട്ടുണ്ട് കേട്ടോ. ഇനി സാമ്പാറിലേക്ക് കടുക് പൊട്ടിക്കാൻ വേണ്ടിയിട്ടാണ്. കടുകും വറ്റൽമുളകും വേപ്പിലും കൂടെ പൊട്ടിച്ച് കഴിഞ്ഞാൽ നമ്മുടെ സാമ്പാറിൻ്റെ പണിയും കഴിഞ്ഞു, അവിയലിൻ്റെ പണിയും കഴിഞ്ഞു. ഇനി നെക്സ്റ്റ് നമുക്ക് അടുപ്പത്ത് കയറ്റാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഈ സമയത്താണ് കേട്ടോ ഞാൻ സാമ്പാർ പൊടി ഇട്ട് കൊടുക്കുക. വിട്ടുപോയതല്ല, അതിൻ്റെ മുന്നേ നമ്മൾ സാമ്പാർ ഇടില്ല. ഇങ്ങനെ കടുക് പൊട്ടിക്കുമ്പോൾ ആ എണ്ണയിൽ തന്നെ സാമ്പാർ പൊടി മൂപ്പിച്ചിട്ട് ഇട്ട് നോക്കൂ. നല്ല ടേസ്റ്റ് ആയിരിക്കും കേട്ടോ. സാമ്പാറിന് ഒരു പ്രത്യേക മാറ്റം വരും. നമ്മുടെ കല്യാണ സാമ്പാറൊക്കെ ഉണ്ടാവില്ലേ, അതുപോലൊക്കെ ഒരു ഫീൽ വരും കേട്ടോ അങ്ങനെ മൂപ്പിച്ച് ഇടുമ്പോൾ. അല്ലാണ്ട് നമുക്ക് ഈ കഷ്ണങ്ങളൊക്കെ ഇടുമ്പോൾ അങ്ങനെ ഇടുമ്പോൾ പ്രത്യേക ഒരു ടേസ്റ്റ്, അത്രയേ ഉള്ളൂ. അപ്പോൾ അതൊക്കെ കഴിഞ്ഞ് വന്നപ്പോഴേക്കും നമ്മുടെ സാമ്പാറുമായി അവിയലുമായി എന്ന് പറഞ്ഞല്ലോ. ഇനി നമുക്ക് പയറുപ്പേരിയാണ്. ആ കുത്തി കാച്ചാണ് ചെയ്യുക. വെളുത്തുള്ളി, ചെറിയുള്ളി, വറ്റൽമുളകും കൂടെ നല്ലോണം കുത്തിയിട്ട് എണ്ണ ഒഴിച്ച് ചട്ടി ചൂടാകുമ്പോൾ എണ്ണ ഒഴിക്കുക. കടുകിട്ട് പൊട്ടുമ്പോൾ ഈ കുത്തി കാച്ചിയത് അതിനകത്തിട്ടിട്ട് അതൊന്ന് മൂത്ത് വരുമ്പോൾ പയറും ഇട്ട് കൊടുക്കുക. എന്നിട്ട് പാകത്തിന് ഉപ്പിട്ട് അടച്ച് വെച്ച് വേവിക്കാം. അപ്പോൾ ആ പയർ അങ്ങോട്ട് ശരിയാവും. ഈ പയറിനകത്തൊന്നും നമ്മൾ എക്സ്ട്രാ വെള്ളം ഒന്നും ഒഴിച്ചു കൊടുക്കേണ്ട ആവശ്യമില്ല. ആ കഴുകി വാരി വെച്ചിരിക്കുന്ന വെള്ളത്തിൽ തന്നെ ആ ഒരു ഈർപ്പത്തോട് കൂടെ ഇട്ട് കൊടുത്താൽ മതി. എക്സ്ട്രാ വെള്ളം ഒഴിക്കുമ്പോൾ പയറിങ്ങോട്ട് വെന്തുടഞ്ഞ് കളിവിളിയായിട്ട് അതിൻ്റെ ടേസ്റ്റ് മാറിപ്പോവും. അപ്പോൾ പയർ അങ്ങനെ സിമ്മിൽ കിടന്ന് വേവട്ടെ. നമുക്കിനി മത്തനും പയറും ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് വൻപയർ ഞാൻ തലേദിവസം വെള്ളത്തിലിട്ടു എന്ന് പറഞ്ഞുല്ലോ, അത് 2-3 പ്രാവശ്യമൊക്കെ കഴുകി കുക്കറിലിട്ട് കൊടുത്തു. കൂടെ തന്നെ ഞാൻ മത്തനും കൂടെ ഇട്ട് കൊടുത്തു കേട്ടോ. ഒരുമിച്ച് പണിയങ്ങട് കഴിഞ്ഞോട്ടെ വിചാരിച്ചിട്ടാണ്. എന്താ വെച്ചാൽ വൻപയർ വേഗം വെന്തോളും. തലേദിവസം 10 മണിയാകുമ്പോൾ ഇട്ടതാണ്. അപ്പോൾ അതിനകത്തേക്ക് കുറച്ച് മഞ്ഞൾപ്പൊടിയും മുളക് പൊടിയും പാകത്തിന് ഉപ്പൊക്കെ ഇട്ടിട്ട് അത് വേവാൻ വെച്ചു. ഇത് ഞാൻ കുറച്ച് നാളികേരം പിഴയണത് എന്തിലേക്കാ വെച്ച് കഴിഞ്ഞാൽ ഓലൻ ഇവിടെ പൂജട്ടിക്കൊക്കെ നല്ല ഇഷ്ടമാണ് കേട്ടോ, കണ്ണപ്പിക്കൊക്കെ. അപ്പോൾ അതുകൊണ്ട് അതിലേക്ക് വേണ്ടിയിട്ട് കുറച്ച് നാളികേരപ്പാൽ എടുത്തു. ആ നാളികേരം തന്നെയാണ് നമ്മൾ മത്തനും പയറിലേക്കും എരിശ്ശേരിയിലേക്ക് അരയ്ക്കാൻ വേണ്ടിയിട്ട് അരപ്പ് നാളികേരം എടുക്കണത് കേട്ടോ. അപ്പോൾ ആ അരപ്പ് ഞാൻ അവിടെ റെഡിയാക്കി വെച്ചു. അതിലേക്ക് വേണ്ടിയിട്ട് നമ്മൾ 2 വെളുത്തുള്ളി, കുറച്ച് നല്ല ജീരകം, ചെറുള്ളി, പച്ചമുളക്, മഞ്ഞൾപ്പൊടി, വേണമെങ്കിൽ കുരുമുളക് പൊടി എല്ലാം കൂടെ ചേർത്തിട്ട് ഒന്ന് ചതച്ചെടുക്കുക. അതല്ലാണ്ട് ഓവറായിട്ട് അരയണ്ട. അത് അരപ്പ് ഞാൻ അങ്ങോട്ട് മാറ്റി വെച്ചിട്ടുണ്ട്. അപ്പോഴേക്കും നമ്മുടെ പയറുപ്പേരിയായി. മത്തനും പയറും വെന്തു കേട്ടോ, അടിപൊളിയായി സെറ്റായി വെന്ത് കഴിഞ്ഞു. ഇനി ഇതിലേക്ക് നമുക്ക് അരപ്പ് ഞാൻ പറഞ്ഞിരിക്കുന്ന അരപ്പ് അങ്ങോട്ട് ഇട്ട് കൊടുക്കുക. അതോടുകൂടി നമുക്ക് എരിശ്ശേരിയുടെ ഒരുവിധം കാര്യങ്ങൾ ശരിയായി. ഇതിനകത്തേക്ക് ടേസ്റ്റിന് വേണ്ടിയിട്ട് നമ്മളൊരു കുഞ്ഞൊരു കഷ്ണം ഇത് ശർക്കരയും കൂടെ ഇട്ട് കൊടുക്കും കേട്ടോ. അപ്പോൾ അതും കൂടെ ഇട്ട് കൊടുത്തിട്ട് നല്ലോണം ഇളക്കി മിക്സ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ എരിശ്ശേരി ഒരുവിധം അങ്ങോട്ട് അരപ്പ് റെഡി ആവും കേട്ടോ. അത് ശർക്കര ഓവറാവരുത്. അത് ഇഷ്ടമുണ്ടെങ്കിൽ ഇട്ട് കൊടുത്താൽ മതി, ഇഷ്ടമല്ലെങ്കിൽ ഇട്ട് കൊടുക്കണ്ട. നമുക്കിവിടെ ഇഷ്ടമായതുകൊണ്ട് ഒരു കുഞ്ഞ കഷ്ണം ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതൊക്കെ അതിൻ്റെ ഇടയിൽ ഞാൻ അപ്പുറത്ത് നമ്മുടെ ഓലനുള്ള ഇളവൻ്റെ കഷ്ണം കുഞ്ഞതായിട്ട് അരിഞ്ഞത് നമ്മൾ വേവിക്കാൻ വേണ്ടി വെച്ചിട്ടുണ്ടായിരുന്നു. ഒരു പച്ചമുളകും കുറച്ച് ഉപ്പും ഇട്ടിട്ട്. അപ്പോൾ അത് വെന്തപ്പോൾ അതിനകത്തേക്ക് തേങ്ങാപ്പാലും ഒഴിച്ചിട്ട് എടുത്ത് സെറ്റ് ചെയ്തു. അപ്പോൾ ഓലനും റെഡി ആയി കേട്ടോ. എരിശ്ശേരിക്ക് ഇനി നമുക്ക് വേണ്ടത് വറുത്തിടാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ അതിന് ചട്ടിയൊക്കെ വെച്ചു. അത് ചൂടാവുമ്പോൾ എണ്ണ ഒഴിക്കുക. എന്നിട്ട് കുറച്ച് കടുക് ഇട്ട് കൊടുക്കുക. വറ്റൽമുളകും വേപ്പിലിട്ട് കൊടുത്തിട്ട് കുറച്ച് നാളികേരം, ഒരു ലേശം നാളികേരം, ചെറിയുള്ളി മൂത്തതിന് ശേഷമാണ് നാളികേരം ഇട്ട് കൊടുക്കാൻ പാടുള്ളൂ. അപ്പോൾ ആ ചെറിയുള്ളിയും എല്ലാം കൂടെ മൂത്ത് വരുമ്പോൾ ഒരു ലേശം നാളികേരം കൂടെ മൂപ്പിച്ചിട്ട് നമ്മുടെ എരിശ്ശേരി ഇതിനകത്തേക്ക് കൊട്ടിയാൽ എരിശ്ശേരിയുടെ പരിപാടിയും കഴിഞ്ഞു. മത്തനും പയറും എരിശ്ശേരി ആയിട്ടോ.
അപ്പോൾ ഇതൊക്കെ കഴിഞ്ഞു. ഇനിയിപ്പോൾ ഒരുവിധം കാര്യങ്ങളൊക്കെ ഏകദേശം അങ്ങോട്ട് റെഡിയായി. ഇനി നമുക്കൊന്ന് ചെറുതായിട്ടൊരു ശ്വാസമൊക്കെ വിടാം കേട്ടോ. ഇതിപ്പോഴത്തെ നമുക്കിവിടെ വോയിസ് ഓവർ കൊടുക്കുന്നത് ചേച്ചിയുടെ വീട്ടിലിരുന്നിട്ടാണ്. അപ്പോൾ പിള്ളേരുടെ ബഹളവും കാര്യമൊക്കെ ഉണ്ടാവും. ഞാൻ ഡോർ അടച്ചിരുന്നിട്ടാണ് ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ എല്ലാം ആയത് ഞാനിങ്ങനെ പാത്രത്തിലാക്കി അടച്ചടച്ച് വെക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ അതുകൊണ്ട് വലിയ പാടൊന്നും ഉണ്ടാവില്ല. നമുക്കെടുത്ത് വിളമ്പിയാൽ മതിയല്ലോ. അപ്പോൾ വലിയ വലിയ പാത്രങ്ങൾ നമുക്ക് ഒഴിവാക്കുകയും ചെയ്യാം അടുത്തത് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട്. ഇനി നമ്മൾ ഈ വറുത്തിടുന്നത് അച്ചാറിലേക്ക് വേണ്ടിയിട്ടാണ്. നമ്മുടെ അച്ചാർ ഇതുവരെ വറുത്തിട്ടിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ അതിലേക്ക് വേണ്ടിയിട്ട് കടുകും വറ്റൽമുളകും വേപ്പിലയും കൂടെ ഇട്ടിട്ട് അതങ്ങോട്ട് വറുത്തിട്ടു. ഞാൻ ഉപ്പും മുളകും കായും ഉലുവയൊക്കെ പൊടിച്ചത് ഇന്നലെ അങ്ങോട്ട് മിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നുള്ളൂ. വറുത്തിടൽ ഇപ്പോഴാണ് കഴിച്ചത്. ഇപ്പോൾ ഒരുവിധം എല്ലാ കാര്യങ്ങളും ശരിയായി. ഇനി നമുക്ക് ചോറും പായസം വയ്ക്കാനുള്ളൂ. അപ്പോൾ ഞാൻ വിചാരിച്ചു എല്ലാം കൂടെ അവിടെ തുടച്ചെടുക്കാമെന്ന്. എന്താ വെച്ചാൽ നമ്മൾ ഈ വറുത്തിടേണ്ടതിൻ്റെ എണ്ണയും കറിയും അതും ഇതൊക്കെ അവിടെ ആയിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ ആകെ കൂടെ വൃത്തിയേടായി കിടക്കണ്ട വിചാരിച്ചിട്ട് ഞാനൊന്ന് അടിപൊളിയായിട്ട് എല്ലാം ഡീപ്പായിട്ടൊന്ന് തുടച്ച് ക്ലീൻ ആക്കിയിട്ടു. ഇനി നമുക്കവിടെ അങ്ങനെ അലമ്പാവാൻ വേണ്ടിയിട്ട് അധികമൊന്നുമില്ല. പപ്പടവും കാച്ചി വെച്ചു. ഇതിൻ്റെ ഇടയിൽ ഇല്ല, പപ്പടം കാച്ചിട്ടില്ല. പപ്പടം നമുക്ക് ആ ജമ്പോണേ ഉള്ളൂ. ഇന്നലെ എടുത്തുകൊണ്ട് എനിക്ക് വലിയ ധാരണ ഇല്ല കേട്ടോ. അപ്പോൾ എല്ലാം തുടച്ച് വൃത്തിയാക്കിയിട്ടു. ഇനി നമുക്ക് അടുക്കളയൊന്ന് അടിച്ചു വാരിയിട്ട് കഴിഞ്ഞാൽ അമ്പലത്തിൽ പോകാൻ വേണ്ടിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതാണ് ഇങ്ങനെ ദിടിപിടിച്ചിട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നത്. മറ്റേത് ഒന്നും ചെയ്യാണ്ട് നമ്മൾ അമ്പലത്തിൽ പോയി വന്നു കഴിഞ്ഞാൽ ടൈം ഇങ്ങനെ പോയോണ്ടിരിക്കില്ലേ. ഫുഡും കാര്യങ്ങളൊക്കെ ആയിട്ട് നമുക്ക് പോയാൽ കുഴപ്പമില്ലല്ലോ. അത് വിചാരിച്ചിട്ടാണ് കേട്ടോ. എപ്പോഴും നമ്മുടെ പണികളൊക്കെ നേരത്തെ കഴിഞ്ഞ് കഴിഞ്ഞാൽ എനിക്കൊരു സമാധാനമാണേ. ഫുഡ് ഒരു വിധമൊക്കെ റെഡി. ഇനിയിപ്പോൾ പായസവും പപ്പടും ചോറ് മാത്രമേ ആവുള്ളൂ കേട്ടോ. സാമ്പാറായി കാണിക്കും പറഞ്ഞാൽ സാമ്പാർ, പയറുപ്പേര്, അവിയൽ, ഓലൻ, മാങ്ങച്ചാറ്, പുളിയിഞ്ചി, മത്തനും പയറും എരിശ്ശേരി. ഇനി മത്തനും പയറും എരിശ്ശേരിയായി. പിന്നെ പപ്പടം കാച്ചാനും പായസം ഉണ്ടാക്കാനും ചോറും. അപ്പോൾ അത് നമ്മൾ അമ്പലത്തിൽ പോയി തൊഴുത് വന്നിട്ട് ചെയ്യാമെന്ന് വിചാരിച്ചു. നമ്മളൊരു 5:30-ക്കൊക്കെ തുടങ്ങിയിട്ടുണ്ടാവും അല്ലേ. 5:30-5:30 തുടങ്ങി 7 മണിക്ക് ആകുമ്പോഴേക്കും സെറ്റായി. വീഡിയോ എടുക്കാനും കൂടെ ആയതുകൊണ്ടാണ് ഇത്രയും ടൈം പിടിച്ചത്. അല്ലെങ്കിൽ ടപ്പട്ടപ്പ തന്നെ നമുക്ക് ചെയ്യാമായിരുന്നു. എന്നാലും ഒക്കെ കഴിഞ്ഞു കേട്ടോ. 7 മണിയൊക്കെ ആകുമ്പോഴേക്കും കുളിച്ചിട്ട് ഞങ്ങൾ അമ്പലത്തിൽ പോട്ടെ. അമ്പലത്തിൽ പോയി വന്നിട്ട് ബാക്കി ചോറ് വയ്ക്കാനും പായസം ഉണ്ടാക്കാനൊക്കെ നിൽക്കും. പിന്നെ കുറച്ച് ഉപ്പുമാവ് ഉണ്ടാക്കണം കഴിക്കാൻ വേണ്ടിയിട്ട്. അത് പോയി വന്നിട്ട് അമ്പലത്തിൽ പോയി വന്നിട്ട് ഉണ്ടാക്കിയാൽ മതി. ഇതാ നമ്മളെല്ലാവരും കുളിയൊക്കെ കഴിഞ്ഞ് കൈനീട്ടം മേടിക്കാൻ കേട്ടോ. ഷാജേട്ടനാണ് നമുക്ക് കൈനീട്ടം തരുന്ന ആൾ. അപ്പോൾ കൈനീട്ടമൊക്കെ വാങ്ങി അനുഗ്രഹമൊക്കെ വാങ്ങിയിട്ട് നമ്മളിനി നേരെ അമ്പലത്തിൽ പോകാൻ വേണ്ടിയിട്ടാണ്. കുളിച്ച് എല്ലാവരുടെയും കൂടെയാണ് കേട്ടോ. അത് എല്ലാവരുടെയും ഡ്രസ്സാണ്. അതിൻ്റെ അപ്പുറത്ത് കൂടെ എത്തി നോക്കുന്ന കണ്ണൻ്റെ ഫ്രണ്ട്സാണ്. കുഞ്ഞു കുട്ടികളാണ് കേട്ടോ. അവർ മദ്രസ കഴിഞ്ഞ് ക്ലാസ് കഴിഞ്ഞ് വരാണേ. അപ്പോൾ ഇതാ ഞാനൊരു കുഞ്ഞൊരു ഗെറ്റ് റെഡി വിത്ത് മീ പോലെയൊക്കെ ചെയ്തിട്ടുണ്ട്. ഷോർട്സ് ഇടും. അപ്പോൾ നിങ്ങളെല്ലാവരും ഒന്ന് കണ്ടിട്ട് സപ്പോർട്ട് ചെയ്യണം കേട്ടോ. അപ്പോൾ ഇതാണ് നമ്മുടെ കോസ്റ്റ്യൂം. ഇത് ഞാൻ സ്റ്റിച്ച് ചെയ്താണ്. നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ പറയണം കേട്ടോ. ഞാൻ പറഞ്ഞല്ലോ, ഒരു വ്ളോഗിൽ ഞാൻ പറഞ്ഞു തോന്നുന്നു. മെറ്റീരിയൽ എടുത്തിട്ട് എനിക്കും പൂജിറ്റിക്കും ഒരേപോലെ ഞാൻ സ്റ്റിച്ച് ചെയ്തതാണ്. നട്ട പാതിരയ്ക്ക് ഇരുന്ന് സ്റ്റിച്ച് ചെയ്തതാണേ. ഒരൊറ്റ സ്റ്റിച്ചിങ്ങിൽ തന്നെ റെഡി ആയി കിട്ടി. വലിയൊരു കുഴപ്പം നമുക്ക് ഇട്ടിട്ട് തോന്നണില്ല. പക്ഷേ പെർഫെക്റ്റ് ആയിട്ട് അടിക്കണവർക്ക് ഇതിൽ ഒരുപാട് കുറ്റങ്ങൾ കണ്ടുപിടിക്കാൻ പറ്റും. പക്ഷെ നമുക്ക് ഈ പറഞ്ഞ പോലെ പുറത്ത് കൊടുക്കണേക്കാട്ടിലും എത്രയോ ലാഭമല്ലേ നമുക്ക് അറിയണത് വെച്ചിട്ട് ചെയ്യാം. അപ്പോൾ ഉള്ള തിരക്കിൽ എത്ര പണിയാണെങ്കിലും ഞാൻ ഞങ്ങളുടെ സ്റ്റിച്ച് ചെയ്യാം കേട്ടോ. അമ്പലത്തിലൊക്കെ പോയി അടിപൊളിയായിട്ട് കണ്ണനെയൊക്കെ പിന്നെ അവിടെ നിന്നൊക്കെ കണിയൊക്കെ കണ്ടിട്ട് നമ്മൾ തിരിച്ച് വീട്ടിലേക്ക് പോകുന്നു. നേരെ പപ്പടം കാച്ചാൻ വേണ്ടിയിട്ട് നിന്നേ. നമുക്കിനി റവ മാവ് ഉണ്ടാക്കാൻ വിചാരിച്ചു. അതാകുമ്പോൾ പെട്ടെന്ന് ഈസി ആവുമല്ലോ. ഇനിയിപ്പോൾ പുട്ടും പഴമൊക്കെ ആവാൻ നിൽക്കണ്ടെന്ന് വിചാരിച്ചിട്ട് സേമിയൊക്കെ ഇട്ടിട്ട് നമ്മൾ ഉപ്മാവ് ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. അങ്ങനെ എല്ലാവരും കൂടെ ഇരുന്നിട്ട് ചായയൊക്കെ കുടിച്ചു. നമ്മൾ ഡ്രസ്സ് ഊരിയിട്ടുണ്ടായിരുന്നില്ല. എന്താ വെച്ചാൽ അമ്മ വരുമ്പോൾ അമ്മയ്ക്ക് കാണണം. അങ്ങനെ അത് ഭയങ്കര സന്തോഷമാണ് കേട്ടോ. അങ്ങനെ ഒരുങ്ങി കാണുന്നത് അമ്മയ്ക്ക് എന്തോ ഒരു ഇഷ്ടമാണെന്ന് അറിയാം. അപ്പോൾ അത് കാരണം ഞാൻ പൂജുട്ടി ഊരാണ്ട് നിന്നു. അതിലൊന്നും നീ ചളിയാവാനുള്ള ഒരു പരിപാടികളൊന്നും ഇല്ലല്ലോ. നമുക്ക് പായസം ഉണ്ടാക്കുക, ചോറുണ്ടാക്കുകയല്ലേ ഉള്ളൂ. അതൊക്കെ ചായയൊക്കെ കുടിച്ച് കുറച്ച് കഴിഞ്ഞപ്പോഴേക്കും ഏട്ടത്തമ്മയും പിള്ളേരും അമ്മയും കൂടെ വന്നു. ഏട്ടനും അനിയനും കുറച്ച് കഴിഞ്ഞിട്ടേ വരുള്ളൂ. അവർ എന്താ പറയുക, അവർക്ക് കുറച്ച് അല്ലറ ചില്ലറ കാര്യം കൂടെ ഉണ്ട്. അപ്പോൾ അത് കഴിഞ്ഞിട്ട് അവർ വരാൻ പറഞ്ഞു. ഇതാണ് കേട്ടോ ഞങ്ങളുടെ പിങ്കിമ്മ. ഓക്കെ, വേഗം വന്ന് കയറി ഒക്കത്തൊക്കെ ഇരുന്ന ഒരു ഉമ്മയൊക്കെ കൊടുത്തിട്ട് ഉള്ളിലേക്ക് കയറ്റിയിരിക്കുക. അലിക്കാക്കാൻ്റെ ഓട്ടോറിക്ഷയിലാണ് കേട്ടോ നമ്മുടെ പോക്കും വരവൊക്കെ ഇവിടുത്തെ. അതൊക്കെ കഴിഞ്ഞ് അവർ വന്ന് ഞാൻ നേരെ ഇനി പായസം ഉണ്ടാക്കാൻ വിചാരിച്ചു. അതും കൂടെ കഴിഞ്ഞു. അച്ചുട്ടൻ കൂടെ ഉണ്ട് കേട്ടോ, വീഡിയോയിൽ കാണിക്കാൻ വേണ്ടി പറഞ്ഞിട്ട്. അമ്മയും കൂടെ നിൽക്കുന്നുണ്ട്. എഴുത്തമ്മയൊക്കെ ഉണ്ട് കേട്ടോ. എഴുത്തമ്മയൊക്കെ നല്ല സപ്പോർട്ടാണ് കേട്ടോ വീഡിയോയിൽ നിൽക്കാൻ വേണ്ടിയിട്ടൊക്കെ. ഇപ്പോൾ ആദ്യമൊക്കെ ഒരു മടിയൊക്കെ ഉണ്ടായിരുന്നു. ഇപ്പോൾ ഒരു കുഴപ്പമൊന്നുമില്ല കേട്ടോ. അങ്ങനെ നോർമലായിട്ട് നിന്നോളും. വലിയ സന്തോഷം കേട്ടോ അതൊക്കെ. എന്താ വെച്ച് കഴിഞ്ഞാൽ അവർക്കൊരു മടിയില്ലാതെ നിൽക്കുമ്പോൾ എനിക്കും കംഫർട്ടാണ്. മറ്റേത് അവർക്ക് എന്തെങ്കിലും തോന്നുമോ പറ്റുമോ എന്നൊക്കെ നമുക്കൊരു പേടി ഉണ്ടാവില്ലേ. എഴുത്തമ്മയ്ക്ക് അങ്ങനെ ഒരു പ്രശ്നങ്ങളൊന്നുമില്ല കേട്ടോ. അമ്മയ്ക്ക് പിന്നെ പണ്ടേ ഇല്ലല്ലോ. അപ്പോൾ ഇതാ ഞാൻ കാര്യമൊക്കെ പറഞ്ഞ് നമ്മൾ പായസം ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. സേമിയ പായസമാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ ആദ്യം നമ്മൾ പഞ്ചസാര ഇങ്ങനെ കാരമൽ ചെയ്യുവേ. അതാകുമ്പോൾ നമുക്കൊരു കല്യാണ പായസത്തിൻ്റെ ഒരു ഫീൽ വരും. ഇങ്ങനെ പായസം ഉണ്ടാക്കി നോക്കൂ, അടിപൊളിയാണ് കേട്ടോ. അതിനൊരു പിങ്ക് കളർ വരും. ആ പിങ്ക് കളർ കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മളങ്ങനെ പഞ്ചസാര കാരമൽ ചെയ്തിട്ട് പാലൊഴിച്ച് കൊടുക്കുക. ആ സമയത്ത് നല്ലോണം ശ്രദ്ധിക്കണം. എന്താ വെച്ച് കഴിഞ്ഞാൽ ഇളക്കാൻ വേണ്ടിയിട്ട് വലിയ പാടാ. അപ്പോൾ അതടിയിൽ പിടിക്കാതെ നേക്ക് വേണം ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഫസ്റ്റ് ടൈമൊക്കെ ചെയ്യുമ്പോൾ ശ്രദ്ധിച്ച് ചെയ്യണം.
അല്ലെങ്കിൽ കയ്യിൽ തെറിക്കാണ്ടെയും എന്താ അടിയിൽ പിടിക്കാണ്ടൊക്കെ. എന്നിട്ട് പാലൊക്കെ ഒഴിച്ച് നമ്മൾ അതങ്ങോട്ട് തിളച്ച് വരുമ്പോൾ സേമിയ ഇട്ട് കൊടുക്കുക. കണ്ടില്ലേ നമ്മുടെ പായസത്തിന് ഒരു പിങ്ക് കളറ്. മറ്റേത് നമ്മൾ ഇതിൽ മിൽക്ക് മെയ്ഡോ കാര്യങ്ങളൊന്നുമില്ല. ഈ സംഭവം പാല് തിളച്ച് കഴിഞ്ഞാൽ എന്താ പറയുക, സേമിയ വെന്ത് കഴിഞ്ഞാൽ പഞ്ചസാര ഇട്ട് കൊടുക്കുക. അതിനകത്ത് ഞാൻ ഏലക്ക പൊടിച്ചിട്ടിട്ടുണ്ട്, അത് കാണിക്കാൻ വേണ്ടി വിട്ടുപോയതാണ് കേട്ടോ. അപ്പോൾ നമുക്ക് ആ ഒരു പിങ്ക് കളർ കിട്ടും. മിൽക്ക് മെയ്ഡിൻ്റെ ഒക്കെ നല്ല റേറ്റ് അല്ലേ, അതുകൊണ്ട് അതിൻ്റെ ഒന്നും ഒരു ആവശ്യമില്ല. അടിപൊളി ടേസ്റ്റ് ആയിട്ട് ഇതുണ്ടോ, കളർ തന്നെ ഒരു പിങ്ക് കളറായിട്ട് വരുന്നല്ലേ. അതിനെക്കാട്ടിലും ഉണ്ട് കേട്ടോ നമുക്ക് നേരിൽ കാണുമ്പോൾ. വീഡിയോയിൽ ഒരു ഇളം കളറാണ്. എല്ലാം കഴിഞ്ഞ് ഏട്ടനും അനിയനും എല്ലാവരും കൂടെ വന്ന് നമ്മൾ ഒരുമിച്ചിരുന്ന് ഫുഡ് കഴിക്കുക. കണ്ണൻകുട്ടിയുടെ ഒരു 6-7 ഫ്രണ്ട്സ് ഉണ്ടായിരുന്നു കേട്ടോ. അവരൊക്കെ വീഡിയോയിൽ കാണിക്കാൻ മടിയായതുകൊണ്ടാണ്. ഈ ഫുഡ് കഴിക്കണ നേരത്ത് നമ്മൾ ക്യാമറ ആയിട്ട് ചെല്ലുമ്പോൾ അവർക്ക് ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട് ബുദ്ധിമുട്ടാവില്ലേ, അത് കാരണമാണ് കേട്ടോ കഴിക്കാത്തത്. നമ്മുടെ പ്രായത്തിൽ നമുക്ക് അങ്ങനെ തന്നെ അല്ല, വലിയ മടിയല്ല. വേറൊരു വീട്ടിൽ പോയിട്ട് ഫുഡ് കഴിക്കുക എന്ന് പറയുമ്പോൾ തന്നെ മടിയായിരിക്കും. അപ്പോൾ അത് കാരണം നമ്മളൊരു റൂമിൽ അവർക്കൊക്കെ വിളമ്പി കൊടുത്തിട്ട് അവിടെ നിന്ന് ഇങ്ങോട്ട് പോന്നു. നമ്മളവിടെ നിന്നേ ഇല്ല. പിന്നെ കണ്ണൻകുട്ടിയോട് അവിടെ ഫുഡൊക്കെ വെച്ച് കൊടുത്തു, വേണമെങ്കിൽ വിളമ്പാൻ മാത്രം വിളിച്ചാൽ മതി എന്ന് പറഞ്ഞിട്ട്. എന്താ വെച്ചാൽ അവർക്ക് അത്രയും മടിയാണ് അതുകൊണ്ട്. അപ്പോൾ അവരൊക്കെ ഫുഡ് കഴിച്ചു. എടുത്തമ്മയും അമ്മയും ഏട്ടനും അനിയനും ഷാജേട്ടനൊക്കെ ഇരുന്ന് ഫുഡ് കഴിച്ചു. ഞാനും പൂജിറ്റി ഒരുമിച്ച് ഇരിക്കുക വിചാരിച്ചു. എന്താ വെച്ചാൽ അവർക്ക് വിളമ്പി കൊടുക്കണമല്ലോ. പിന്നെ ഈ കുട്ടികൾ ഇപ്പുറത്തിരുന്ന് കഴിക്കുക കാരണം എനിക്കും പൂജിറ്റിക്കും അമ്മയാണ് കേട്ടോ വിളമ്പി തരുന്നത്. അത് കാരണമാണ് മെയിനായിട്ട് ഞങ്ങൾ കഴിക്കാൻ വേണ്ടിയിട്ട് ഇരുന്നത്. എടുത്തമ്മയും അമ്മയും കൂടെയാണ്. അപ്പോൾ 2 അമ്മമാരും കൂടെ വിളമ്പി തരുന്നതിൻ്റെ ഒരു ഫീല് വേറെയാണല്ലോ. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞങ്ങൾ ഇരുന്നിട്ട് അടിപൊളിയായിട്ട് ഫുഡൊക്കെ കഴിച്ചു. എല്ലാവർക്കും സദ്യയൊക്കെ ഇഷ്ടമായി. കണ്ണൻകുട്ടിയുടെ ഫ്രണ്ട്സിനും ഇഷ്ടമായി എന്ന് പറഞ്ഞു, വീട്ടിലെല്ലാവർക്കും ഇഷ്ടമായി പറഞ്ഞു. മെയിനായിട്ട് സാമ്പാർ സൂപ്പറായിരുന്നു എന്ന് പറഞ്ഞു കേട്ടോ. സൂപ്പറായിരുന്നു എന്ന് പറഞ്ഞേ. ഞാൻ ദിട്ടിപിടിന്ന് വോയിസ് ഓവർ കൊടുക്കുകയാണ് കേട്ടോ. കുട്ടികളവിടെ മിണ്ടാതെ ഇരുത്തിയിരിക്കാവും. അപ്പോൾ അത് നമ്മുടെ വിഷു വ്ളോഗ് ഇത്രയേ ഉള്ളൂ കേട്ടോ. നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. നാളെ നല്ലൊരു വീഡിയോ ആയിട്ട് കാണുന്നവരെ എല്ലാവർക്കും ടാറ്റാ ബൈ, സീ യു.